എനിക്കും നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്ത്? നന്മ ചെയ്യണമെന്ന്. ഉണ്ടോ? തിന്മ ഒഴിവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓരോ കുമ്പസാരം കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് എന്താണ്? കർത്താവേ, ഈ ഏറ്റു പറഞ്ഞ ഒരു പാപം പോലും ഇനി ചെയ്യല്ലേ, ചെയ്യാൻ ഇടവല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നത്. ശരിയാണോ? പക്ഷെ എന്നാ സംഭവിക്കുന്നത്? പൗലോസിലെ ഒരു യാഥാർത്ഥ്യം പറയാണ്, ഞാൻ എന്ത് ഒഴിവാക്കണം എന്ന് ആഗ്രഹിച്ചോ അത് ഞാൻ ചെയ്തു പോകും. ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നോ അത് ചെയ്യാൻ പറ്റുന്നുമില്ല. സത്യമാണേ, നമ്മുടെ അവസ്ഥയാണ്. പൗലോസിലെ അവിടെ ഒരു കാര്യം പറയാണ്, ഞാനിത് ആഗ്രഹിച്ചിട്ട് എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ തിന്മ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിട്ട് അത് തന്നെ ഞാൻ ചെയ്തു പോകുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്, എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. എന്ത്? പാപം. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പാപമാണ്. എൻ്റെ ഐഡന്റിറ്റി, ഐ ആം എ സിന്നർ. ഞാനൊരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി പള്ളിമിറ്റമല്ല. വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി പള്ളിമിറ്റമല്ല. വിശുദ്ധിയിലേക്കുള്ള ആദ്യത്തെ പടി നീ ഒരു പാപിയാണെന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ഓക്കെ അല്ല എന്ന് തിരിച്ചറിഞ്ഞേക്ക്. വിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ നമുക്ക് ധ്യാനം കുടിപ്പിക്കാൻ പറ്റുമോ? മാനസാന്തരപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ഗ്ലാസ് ഇല്ല, മറ്റേ കാണിച്ചു തരാം. ഗ്ലാസ് ഇങ്ങനെ കമത്തി വെച്ച് വെള്ളം ഒഴിച്ചു പോലെ അയാൾ ഒരു വചനം കേൾക്കില്ല, അയാൾ ഒരു തിരുത്തലും കേൾക്കില്ല. ഞാൻ വിശുദ്ധനാണ് എന്ന് പറഞ്ഞു. പൗലോസ്ലീഹ ഈ പറയാണ്, നമ്മുടെ വളർച്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനൊരു പാപിയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക. കിട്ടുന്നുണ്ടോ? നമുക്കൊരു കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ മാത്രമല്ല, വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തിരുത്തപ്പെടാൻ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുക. ഞാനൊരു പാപിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ.